ഹലോ, നമ്മളിന്ന് 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദ ട്രംപറ്റ്സ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ് അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പഠിക്കാനുള്ളത് ഒരു സോങ് ആണ്. അപ്പോൾ ആ ഒരു സോങ്ങിനെ നമുക്ക് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ അനലൈസ് ചെയ്യാം. നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറയുന്ന സോങ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കാദ്യം ലിറിസിസ്റ്റിനെ ഒന്ന് പരിചയപ്പെടാം. ഫിലിപ്പ് കോളിൻസ് 1951. ഫിലിപ്പ് കോളിൻസ് അല്ലെങ്കിൽ ഫിൽ കോളിൻസ് എന്നാണ് അദ്ദേഹം പ്രസിദ്ധമായിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹം ജനിക്കുന്നത് 1951 ഈസ് എ ബ്രിട്ടീഷ് മ്യൂസീഷ്യൻ, സിംഗർ, സോങ് റൈറ്റർ, റെക്കോർഡ് പ്രൊഡ്യൂസർ ആൻഡ് ആക്ടർ. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് മ്യൂസീഷ്യൻ ആയിരുന്നു, അതുപോലെ പാട്ടുകാരനായിരുന്നു, സോങ് റൈറ്റർ ആയിരുന്നു, അതുപോലെ ആക്ടർ ആയിരുന്നു. ആൻഡ് ഹി വാസ് എ ഡ്രമ്മർ ആൻഡ് എ ലീഡ് സിംഗർ ഓഫ് ദ റോക്ക് ബാൻഡ് ജെനസിസ്. അതുപോലെ തന്നെ അദ്ദേഹം ജെനസിസ് എന്ന് പറയുന്ന റോക്ക് ബാൻഡിലെ ആ ഒരു ബാൻഡിലെ പ്രസിദ്ധനായിട്ടുള്ള ലീഡ് സിംഗർ ആയിരുന്നു. His most successful singles include In the Air Tonight, One More Night, Another Day in Paradise and I Wish It Would Rain Down. അപ്പോൾ അദ്ദേഹം സ്വന്തമായി ചെയ്തിട്ടുള്ള ആൽബങ്ങളിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ആൽബങ്ങളുടെ പേരുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള അനദർ ഡേ ഇൻ പാരഡൈസ് എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ആൽബമായിരുന്നു. And Collins has been celebrated for his contribution to the pop music canon, both as the solo artist and the member of Genesis. അതുപോലെ തന്നെ അദ്ദേഹം സംഗീത ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെയധികം അദ്ദേഹം അറിയപ്പെടുന്ന വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സോളോ പെർഫോമൻസുകളിലൂടെയും ജെനസിസ് എന്ന് പറയുന്ന ആ ബാൻഡിലൂടെയും ഒക്കെ അദ്ദേഹം വളരെ പ്രസിദ്ധനായ വ്യക്തിയാണ്. Among other honors, his solo work has earned him 8 Grammys, an Academy Award, Oscar, a Brit Award for the British Album of the Year. അപ്പോൾ ധാരാളം അവാർഡുകളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതായത് 8ഓളം ഗ്രാമി അവാർഡുകളും അതുപോലെ ഓസ്കാറും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ബ്രിറ്റ് അവാർഡ്, അതായത് ആ ഒരു വർഷത്തെ ഏറ്റവും നല്ല ആൽബത്തിനുള്ള ബ്രിറ്റ് അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ഇൻ 1999 ഹി വാസ് ഓണേർഡ് വിത്ത് ദ സ്റ്റാർ ഓൺ ദ ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം. ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം എന്ന് പറയുന്ന അവിടെ അദ്ദേഹത്തിനൊരു സ്റ്റാറൊക്കെ നൽകിയിട്ട് അദ്ദേഹത്തിനെ ഓണർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം വളരെ ഫെയിം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫിലിപ്പ് കോളിൻസ് എന്ന് പറയുന്ന നമ്മളുടെ ഈ ലിറിസിസ്റ്റ്. കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടേക്ക് എ മൊമെൻറ്റ് ടു റിഫ്ലക്റ്റ് ഓൺ ദ ലാസ്റ്റ് ടൈം യു വോക്ക്ഡ് പാസ് സംവൺ ഇൻ നീഡ്. നിങ്ങൾ കഴിഞ്ഞ നിങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളെ കടന്നുപോയ ഒരു ഓർമ്മ നിങ്ങൾക്കുണ്ടോ? ഡിഡ് യു നോട്ടീസ് ദം? നിങ്ങൾ അങ്ങനെ ആ ഒരു സ്ട്രഗിൾ ചെയ്യുന്നൊരു വ്യക്തിയെ കടന്നു പോയപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും അയാളെ ശ്രദ്ധിച്ചിരുന്നോ? ഹൗ ഡിഡ് യു റെസ്പോണ്ട് ടു ദെയർ പ്ലൈറ്റ്? അവരുടെ ആ കഷ്ടതകളെ കണ്ടിട്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളോടൊരു സഹായം ചോദിച്ചപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്തത്? വാട്ട് തോട്ട്സ് ഓഫ് ഫീലിങ്സ് കെയിം ടു യുവർ മൈൻഡ് ദെൻ? ആ സമയം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്ന ആ ഫീലിങ്സ്, ആ ചിന്തകൾ അതെന്തൊക്കെയാണ്? ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് ഓൺ ദ ലിറിക്സ് ഓഫ് ദ സോങ് അനദർ ഡേ ഇൻ പാരഡൈസ്. അപ്പോൾ നമ്മൾ ഈ സോങ് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ പാട്ടിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ ആയിട്ട് ധാരാളം ബന്ധങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു സോങ്ങിൻ്റെ ആ ലിറിക്സുകളൊക്കെ നമ്മളൊന്ന് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു സോങ് ആണ്. ഈ സോങ് നമുക്ക് നരേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത് ഈ പാട്ടുകാരൻ തന്നെയാണ്. ഈ ഒരു സോങ്ങിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് തെരുവിൽ കഴിയുന്ന ഒരു സ്ത്രീ അവർ നേരിടുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളെക്കുറിച്ചുമാണ്. അവരുടെ ആ കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമൊക്കെ ഈ സമൂഹം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന കാര്യവും, അതിന് അവരുടെ ആ കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ അങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു സോങ്ങിലൂടെ നമ്മളുടെ റൈറ്റർ നമ്മളോട്, അല്ലെങ്കിൽ ഈ ഒരു സിംഗർ നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. നമുക്ക് ഈ സോങ്ങിൻ്റെ ആദ്യത്തെ ഭാഗം ഒന്ന് വായിക്കാം. ഷീ കോൾസ് ഔട്ട് ടു ദ മാൻ ഓൺ ദ സ്ട്രീറ്റ്, സർ ക്യാൻ യു ഹെൽപ്പ് മീ? ഇറ്റ്സ് കോൾഡ് ആൻഡ് ഐ ഹാവ് നോ വെയർ ടു സ്ലീപ്പ്. ഈസ് ദർ സംവെയർ യു ക്യാൻ ടെൽ മീ? വീടില്ലാതെ തെരുവിൽ കഴിയുന്നൊരു സ്ത്രീ ആ തെരുവിലൂടെ നടന്നു പോയ ഒരാളോട് ഒരു സഹായം ചോദിക്കുകയാണ്, ഒരു ഷെൽട്ടർ, താമസിക്കാനുള്ള ഒരു ഇടം ചോദിക്കുകയാണ്. അതിൻ്റെ കാരണം അവർ പറയുന്നുണ്ട്. അതായത് പുറത്തുള്ള ഈ കൊടും തണുപ്പിൽ അവർക്ക് ആ ഒരു തെരുവിൽ കഴിയാൻ വേണ്ടി സാധിക്കുന്നില്ല, അവർക്ക് സേഫായിരിക്കാനുള്ള ഒരു ഷെൽട്ടർ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സേഫായിട്ടുള്ള ഒരു ഷെൽട്ടർ കണ്ടുപിടിച്ച് കൊടുക്കാമോ, അല്ലെങ്കിൽ അത് എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞു കൊടുക്കാമോ എന്ന് ആ തെരുവിലൂടെ നടന്നു പോയ ഒരാളോട് ആ സ്ത്രീ ചോദിക്കുകയാണ്. ഹി വാക്സ് ഓൺ, ഡസൻ ലുക്ക് ബാക്ക്. അപ്പോൾ ആ ഒരു തെരുവിലൂടെ കടന്നുപോയ വ്യക്തി അതിലൂടെ ആ ഒരു സ്ത്രീയെ കടന്നങ്ങനെ മുന്നോട്ട് പോയി, ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഹി പ്രിറ്റൻസ് ഹി കാൺ ഹിയർ ഹർ. അതായത് അദ്ദേഹം പ്രിറ്റൻഡ് ചെയ്യായിരുന്നു, അഭിനയിക്കുകയായിരുന്നു, കേൾക്കാത്ത മട്ടിൽ അവരെയും കടന്ന് അങ്ങനെ മുന്നോട്ട് പോയി. സ്റ്റാർട്സ് ടു വിസിൽ ആസ് ഹി ക്രോസസ് ദ സ്ട്രീറ്റ്, സീംസ് എംബാരസ്ഡ് ടു ബി ദോ.
അപ്പോൾ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അയാളൊരു മൂളിപ്പാട്ട് വിസിൽ അടിച്ചുകൊണ്ടായിരുന്നു അയാളിങ്ങനെ മുന്നോട്ട് പോയത്. കാരണം അവർ ചോദിച്ചത് കേൾക്കാത്ത മട്ടിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്തു, അയാളിങ്ങനെ ഒരു വിസിൽ അടിച്ചുകൊണ്ട്, ഞാൻ കേട്ടിട്ടില്ല, നീ എന്നോട് ചോദിച്ചാൽ ഞാൻ കേട്ടിട്ടില്ല എന്ന അർത്ഥത്തിൽ ഇങ്ങനെ വിസിൽ അടിച്ചുകൊണ്ട് ആ തെരുവിനെ മുറിച്ച് കടന്ന് വളരെ വേഗത്തിൽ ഇങ്ങനെ പോവുകയാണ്. സീംസ് എംബാരസ്ഡ് ടു ബി ദർ. അതായത് ഒരു ലൈക്ക് എംബാരസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു നാണക്കേടിനെയാണ് എംബാരസ്മെൻ്റ് എന്ന് പറയുക അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു എംബാരസ്ഡ് ആയതുപോലെ അവരെ സഹായിക്കുന്ന എന്തോ ഒരു നാണക്കേട് പോലെയാണ് അയാൾ വിസിലടിച്ചുകൊണ്ട് അവർ പറഞ്ഞത് കേൾക്കാതെ ഇങ്ങനെ കടന്നുപോയത്. ഓ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ഓ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. തിങ്ക് അബൌട്ട് ഇറ്റ്. ഇവിടെ പാട്ടുകാരൻ കേൾവിക്കാരോട് അല്ലെങ്കിൽ നമ്മളോട് പറയാണ്, ഒന്ന് ചിന്തിക്ക്, നീയും ഞാനുമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു ദിവസം ഒരു പാരഡൈസിൽ വളരെ സേഫായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റു ചിലർ ഈ ഒരു ജീവിതത്തിൽ പെർമനൻ്റായിട്ട് സ്ഥിരമായിട്ട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ അടുത്ത് പാട്ടുകാരൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെ അനദർ ഡേ എന്ന് പറയുന്ന ആ വാക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് മറ്റൊരു ദിനം, അതായത് പതിവ് പോലുള്ള ഒരു ദിനം എന്ന അർത്ഥത്തിലാണ്. അതായത് സേഫായിട്ടും കംഫർട്ടബിളായിട്ടും ഒരു പാരഡൈസിൽ ജീവിക്കുന്ന പോലെ സ്വർഗീയമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ആൾക്കാർക്ക് ഒരു സാധാരണ ദിവസം തന്നെയാണ്. അതേപോലെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ ദിവസമാണ്. കാരണം അവർ പെർമനൻ്റ്ലി, അതായത് ജീവിതത്തിൽ ഉടനീളം ഇങ്ങനെ കഷ്ടപ്പാടുകളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം. അപ്പോൾ മറ്റൊരു ദിവസം എന്ന് പറയുമ്പോൾ അവർക്കും അത് ഒരേപോലുള്ളൊരു ദിവസമാണ്. എല്ലാ ദിവസവും കഷ്ടപ്പാടും ദുരിതങ്ങളും മാത്രം. ഇനി സുഖം അനുഭവിക്കുന്ന ആൾക്കാർക്കോ അവർക്കും അതൊരു മറ്റൊരു ദിവസമാണ്. എല്ലാ ദിവസവും സുഖവും സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് അവരും ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അങ്ങനെ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഈ അനദർ ഡേ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സിംഗർ 2 പോയറ്റിക് ഡിവൈസസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പാരഡൈസ് എന്ന് പറയുന്ന ആ വാക്ക് ഇവിടെ മെറ്റഫറാണ്. എന്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്? വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു ജീവിതത്തിനെയാണ് ഈ പാരഡൈസ് എന്ന് പറയുന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. അതൊരു മെറ്റഫറാണ്. അതുപോലെ തന്നെ മറ്റൊരു പോയറ്റിക് ഡിവൈസാണ് അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറയുന്നത്. അതൊരു ഐറണിയാണ്. അതായത് നമ്മളുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എല്ലാ ആൾക്കാരും അങ്ങനെ സുഖത്തിലും സൗകര്യത്തിലൊന്നും അല്ല. പല ആൾക്കാരും കഷ്ടപ്പാടിലും ആ ഒരു ദുരിതത്തിലൂടെയൊക്കെയാണ് അവരുടെ ജീവിതങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറയുന്നത് ഒരു ഐറണിയാണ്. അതും ഒരു പോയറ്റിക് ഡിവൈസാണ്. ഷീ കോൾസ് ഔട്ട് ടു ദ മാൻ ഓൺ ദ സ്ട്രീറ്റ്, ഹി ക്യാൻ സീ ഷീസ് ബീൻ ക്രൈങ്. അങ്ങനെ നടന്നു പോയ ആ മനുഷ്യനെ വീണ്ടും വിളിച്ചുകൊണ്ട് അവർ ആ സഹായം അഭ്യർത്ഥിക്കുകയാണ്. ആ സ്ത്രീ തൻ്റെ ആ ഒരു കഷ്ടപ്പാട് അയാളോട് പറയാൻ ശ്രമിക്കുകയാണ്. അയാളൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ അയാൾക്ക് കാണാമായിരുന്നു അവൾ കരയുന്നത്. അവളുടെ ആ ഒരു ദുരിതം അയാൾക്ക് കാണാൻ കഴിയുമായിരുന്നു. ഷീസ് ഗോട്ട് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സോൾസ് ഓഫ് ഹെർ ഫീറ്റ്. അവരുടെ കാലിങ്ങനെ നടന്നിട്ട് കാലൊക്കെ പൊള്ളി ഒരു കുമിളകൾ വന്നിട്ടുണ്ട്. ഷീ കാൻ വോക്ക്, നടക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല അവർക്ക്. ബട്ട് ഷീ ഈസ് ട്രൈങ്. എന്നിട്ട് കൂടെ അവരെന്ത് ചെയ്യുന്നു, നടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അവരുടെ ആ ഒരു ശരീരത്തിൽ പോലും അവർ നേരിടുന്ന ആ കഷ്ടപ്പാടുകൾ കാണാനായിട്ടുണ്ടായിരുന്നു. Oh, think twice, cause it's another day for you and me in paradise. Oh, think twice, it's just another day for you and me in paradise. Just think about it. അപ്പോൾ ഇവിടെ വീണ്ടും പാട്ടുകാരൻ പറയാണ്, ഒന്ന് ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നമ്മൾ എല്ലാ ദിവസവും ഒരു പാരഡൈസിലെ പോലെ സ്വർഗീയമായിട്ടുള്ള ജീവിതം, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ജീവിതം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് മറ്റു പലരും, നമ്മളുടെ ചുറ്റുമുള്ള മറ്റു പലരും ദുരിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ പെർമനൻ്റ്ലി ഒരു ദുരിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതം അത്ര സുഖകരമൊന്നുമല്ല. ഓ ലോർഡ്, ഈസ് ദർ നത്തിങ് മോർ എനിബഡി ക്യാൻ ഡു? ഓ ലോർഡ്, ദർ മസ്റ്റ് ബി സംതിങ് യു ക്യാൻ സേ. ഇവിടെ സിംഗർ ദൈവത്തെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ രൂപത്തിൽ അല്ലെങ്കിൽ അഭ്യർത്ഥനയുടെ രൂപത്തിൽ ദൈവത്തോട് പറയുകയാണ്. അതായത്, ദൈവമേ, ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ലേ? ആ ഒരു സ്ത്രീയുടെ കഷ്ടപ്പാടിനെ ശമിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ കഷ്ടപ്പാടിൽ നിന്ന് അവരെ കരകയറ്റാൻ വേണ്ടി ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ദൈവമേ, നിനക്ക് മാത്രമാണ്. ഓ ലോർഡ്, ദർ മസ്റ്റ് ബി സംതിങ് യു ക്യാൻ സേ. ദൈവമേ, നിനക്ക് മാത്രമാണ് അതിനൊരു ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് കഴിയുക. ആ ഒരു സ്ത്രീയുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം, അവർ നേരിടുന്ന ആ ദുരിതങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനും ദൈവമേ നിനക്ക് മാത്രമാണ് കഴിയുക എന്ന് അവിടെ സിംഗർ പറയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉത്തരം അറിയാവുന്ന ഒരു ചോദ്യം, പക്ഷേ ആരും ഉത്തരം പറയാത്ത ഒരു ചോദ്യം. അങ്ങനെയുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുക. ഈസ് ദർ നത്തിങ് മോർ എനിബഡി ക്യാൻ ഡു? ആ ഒരു വരി അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു ക്വസ്റ്റ്യൻ്റെ രൂപത്തിലാണ് ആ ഒരു സെൻറ്റൻസ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് അവിടെ ഉള്ള ഒരു പോയറ്റിക് ഡിവൈസാണ്, ഒരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യനാണ്. യു ക്യാൻ ടെൽ ഫ്രം ദ ലൈൻസ് ഓൺ ഹെർ ഫേസ്, യു ക്യാൻ സീ ദാറ്റ് ഷീ ഈസ് ബീൻ ദർ.
അവരുടെ മുഖത്തേക്ക് നോക്കുന്ന, ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുന്ന ആർക്കും മനസ്സിലാവും അവരുടെ മുഖത്ത് നിറയെ ചുളിവുകൾ വന്നിട്ടുണ്ട്. ആ ഒരു മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ ഈ തെരുവിൽ കഷ്ടപ്പെട്ട് ജീവിച്ച് വരികയാണ്. കുറേ കാലങ്ങളായിട്ട് ആ തെരുവിൽ തന്നെ കഷ്ടപ്പാടിലൂടെ കടന്നുപോയി ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ ജീവിച്ചു വന്നിരുന്ന ഒരാളാണെന്നുള്ളത് അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പ്രോബബ്ലി ബീൻ മൂവ്ഡ് ഓൺ ഫ്രം എവറി പ്ലേസ് കോസ് ഷീ ഡിഡ്ന്റ് ഫിറ്റ് ഇൻ ദർ. ചിലപ്പോൾ അവർ പോയെടുത്തുന്നതൊക്കെ അവരെ ആട്ടിപ്പായിച്ചിട്ടുണ്ടാവാം. കാരണം അവർ പോയിടങ്ങളിലൊന്നും അവർ താമസിക്കാൻ യോഗ്യമല്ല എന്ന് കണ്ടിട്ട് അവിടെയുള്ള ജനങ്ങൾ ചിലപ്പോൾ അവളെ ആട്ടിപ്പായിച്ചായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവരിപ്പോഴും ആ തെരുവിൽ തന്നെ താമസിക്കേണ്ടതായിട്ട് വരുന്നത്. ഓ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ഓ തിങ്ക് ട്വൈസ് ഇറ്റ്സ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. It's just another day for you and me in paradise. It's just another day for you and me in paradise. Just think about it. നമ്മൾ ഈ വരികൾ ഇതിനു മുമ്പും വായിച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു സോങ്ങിൽ വരികൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ റിഫ്രെയിൻസ് എന്ന് പറയുന്നത്. അത് സോങ്ങിലായാലും കവിതകളിലായാലും ഒക്കെ വരികൾ റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഫ്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ജീവിതത്തിൻ്റെ ആ ഒരു ഗ്യാപ്പിനെ, അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ചില ആൾക്കാർ ഈ ലോകത്ത് വളരെ സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ട് ഒരു സ്വർഗീയ തുല്യമായിട്ടുള്ള, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കുന്ന സമയത്ത് മറ്റു പലരും, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള മറ്റു പലരും കഷ്ടപ്പാടുകളിലൂടെ മുന്നോട്ട് പോവുകയാണ്. അവരുടെ ജീവിതം എന്ന് പറയുന്നത് ആ ഒരു പെർമനൻ്റ് ആയിട്ട് ദുരിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതമാണ് അവർ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു സിംഗർ ഈ ഒരു പാട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ആലോചിക്കുക, ഒരു പാട്ടിൽ ഇതേപോലെ വരികൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെ നമ്മൾ റിഫ്രെയിൻസ് എന്നാണ് പറയുന്നത്. ഈ ഒരു സോങ്ങിലൂടെ സിംഗർ നമുക്ക് ഒരു മോറൽ മെസ്സേജ് കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പാരഡൈസിൽ, അല്ലെങ്കിൽ സ്വർഗീയ തുല്യമായ ജീവിതം നയിക്കുന്ന ആൾക്കാർ തൻ്റെ ചുറ്റും കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ആ കഷ്ടപ്പാടുകളെ മനസ്സിലാക്കാനും അത് കാണാനും അവരോട് കുറച്ചെങ്കിലും അനുകമ്പ കാണിക്കാനും ഒക്കെ നമ്മൾ കുറച്ച് മുന്നോട്ട് വരണം, അല്ലെങ്കിൽ അതിനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം എന്നുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നത്. അല്ലെങ്കിൽ ആ പാട്ട് കേൾക്കുന്ന ഓരോരുത്തരിലേക്കും അങ്ങനെ ഒരു മെസ്സേജാണ് സിംഗർ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സൊക്കെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് അനിൽ വി സൈനിങ് ഓഫ്. ബൈ ബൈ.